മിക്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെഡ് കവറാണ്. അതും സാരിയും കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴയ സാരി കോട്ടൻ്റെ ആണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അത് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് സിംഗിൾ കോട്ടിൻ്റെ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കോട്ടിനും നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ സിംഗിൾ കോട്ടിൻ്റെ ആണെങ്കിൽ ഒരു സാരി കൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. അപ്പം രണ്ട് സൈഡും വേണം, ബെഡിൻ്റെ രണ്ട് സൈഡും വേണം. അതുപോലെ തന്നെ അതിൻ്റെ കനം നമ്മൾ വേറൊരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഒരു ബെഡായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ നീളവും വീതിയും കറക്റ്റായിട്ട് എടുക്കുക. നമ്മൾ ഇതേപോലെ നീളം എടുക്കുക. അതിനുശേഷം രണ്ട് സൈഡിലേക്ക് നമ്മൾ തയ്യൽ തുമ്പ് എടുക്കണം. അത് ടോട്ടൽ 4 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഏത് ബെഡാണെങ്കിലും നമ്മൾ അതിൻ്റെ നീളം കറക്റ്റായിട്ട് എടുത്തിട്ട് തയ്യൽ തുമ്പ് 4 ഇഞ്ച് കറക്റ്റായിട്ട് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. കുറച്ചെടുക്കരുത്, കാരണം നമുക്ക് ബെഡിൽ കയറ്റിയിടാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ വീതി എടുക്കുക. വീതി നമ്മൾ ഇതുപോലെ ബെഡിൻ്റെ വീതി എത്ര വലുതോ ചെറുതോ ആയാലും നമ്മൾ ഇതുപോലെ കറക്റ്റ് വീതി എടുത്തതിന് ശേഷം അതിനോടുകൂടി തയ്യൽ തുമ്പ് 3 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഇപ്പം നമുക്ക് രണ്ട് സൈഡും വേണം കേട്ടോ. അപ്പോൾ 2 ലെയറായിട്ട് വേണം നമ്മൾ തുണി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി എടുക്കുക. വീതി നമ്മൾ തിക്നെസ് ഇവിടെ എത്രയാണോ ബെഡിന് കിട്ടുന്നത് അതിൻ്റെ കൂടെ 3 ഇഞ്ച്, അതും 3 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഈ സെൻറ്ററിൽ വയ്ക്കുന്ന നമ്മളെ ഈ പീസ് ഉണ്ടല്ലോ, അതിൻ്റെ നീളം നമ്മൾ ഈ ബെഡിന് ചുറ്റും നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 3 സൈഡ് എടുത്താൽ മതി. ഒരു സൈഡ് നമ്മൾ ഓപ്പൺ ആക്കിയാണ് ഇടുന്നത്, അതിൽ കൂടി നമുക്ക് ബെഡ് കയറ്റിയിടണം. അതുപോലെ തന്നെ അത് നമ്മൾ വള്ളി വെച്ചിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് സിബ് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ വള്ളി വെച്ചിട്ട് കെട്ടുകയാണ്. ഇതുപോലെ 3 സൈഡ് നമ്മൾ ബെഡിൻ്റെ നോക്കുക. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പോട് കൂടിയിട്ട് കൂട്ടിയിടണം കേട്ടോ. അപ്പോൾ കുറച്ചധികം നീളം എടുക്കുക, ഇപ്പോൾ കിട്ടിയ ഈ 3 വശത്തേക്കാളും. അതിനുശേഷം നമുക്ക് ആവശ്യമില്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഓപ്പൺ ആക്കിയിട്ടാണ് ഇടുന്നത്. ഇനി നമ്മൾ ഇവിടെ നീളം എടുക്കുന്ന ഞാൻ ഈ ബെഡിന് 72 ഇഞ്ചാണ്, 72. അതിൻ്റെ കൂടെ നീളത്തോടു കൂടി നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പും ലൂസും കൂടെ കൂട്ടിയിട്ടാണ് ഇടുന്നത്. അതുപോലെ വിഡ്ത്ത് 36, അതിൻ്റെ കൂടെ 3 ഇഞ്ച്, തിക്നെസ് 3 ഇഞ്ചേ ഉള്ളൂ എൻ്റെ ബെഡിന്. അപ്പോൾ അതനുസരിച്ചിട്ട് 3 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ നീളം 4 ഇഞ്ച് കൂട്ടുക, ബാക്കി രണ്ടും 3 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. അപ്പോൾ നമുക്ക് ഈ ലെങ്ത്തിൻ്റെ കൂടെ അതേപോലെ 2 ലെയർ നമുക്ക് എടുക്കണം കേട്ടോ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൂടി കൂട്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ 2 ലെയർ എടുത്തിരിക്കുകയാണ്. നമ്മളുടെ ബെഡിൻ്റെ 2 സൈഡ് ഉണ്ടല്ലോ. അതിനുശേഷം ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് നമ്മളിവിടെ 36 എടുത്തു, അതിൻ്റെ കൂടെ 3 ഇഞ്ച് തയ്യൽ തുമ്പ് 39 എടുത്തു. അതുപോലെ തന്നെ ഈ തിക്നെസ് എടുക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ നമ്മൾ അതിൻ്റെ ബെഡിൻ്റെ ആ വീതി ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ എടുത്തിരിക്കുകയാണ്. അതിൻ്റെ നീളം നമ്മൾ ഈ ഷീറ്റിന് ചുറ്റും ഉള്ള നീളം എടുത്തിട്ട് 3 സൈഡിൻ്റെ എടുത്തു. ഒരു സൈഡ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടാണ് ഇടുന്നത്. അതിൻ്റെ വീതി അതുപോലെ 3 ഇഞ്ചാണ് അതിൻ്റെ ബെഡിൻ്റെ വീതി, ആ കനം. അതിനോട് കൂടിയിട്ട് 3 ഇഞ്ചും കൂടി ലൂസും തയ്യൽ തുമ്പും കൂടി കൂട്ടിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ തയ്യൽ തുമ്പുകൾ കൂട്ടിയിടുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റിൽ കിട്ടും കേട്ടോ. അതിനേക്കാളും ഒത്തിരി ടൈറ്റായിട്ട് എടുക്കരുത്, അപ്പോൾ നമുക്ക് ബെഡ് കയറ്റി ഇടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇനി ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത് ചെറുതായിട്ട് ഒരു പീസ് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ 2 ബെഡ്ഷീറ്റ് നമ്മൾ 2 ലെയറായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നീളവും അതിൻ്റെ വീതിയാണ് ഇത്. അപ്പോൾ അങ്ങനെ ചെയ്തു. ഇനി നമ്മൾ ആ സെൻറ്റർ പീസ് കട്ട് ചെയ്തിരുന്നല്ലോ, അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ വലിയ പീസ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുമെന്ന് പറയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ സെൻറ്ററിലെ പീസ് ഇതുപോലെ ജോയിൻ ചെയ്യുക ഒരറ്റത്ത് നിന്ന്. അതിനുശേഷം ആ സൈഡ് എത്തുമ്പോൾ, കോർണർ എത്തുമ്പോൾ ഇതുപോലെ തിരിച്ചു കൊടുത്ത് വീണ്ടും ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഇതുപോലെ മുട്ടിസൂചി കുത്തി വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ആ സെൻറ്ററിലെ പീസിന് നിങ്ങൾക്ക് നീളം ഇത്രയും കിട്ടത്തില്ല എന്തായാലും നമുക്ക്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ജോയിൻ ചെയ്ത് എടുത്താൽ മതി ആ പീസ് നീളത്തിൽ. അതിനുശേഷം ഈ കോർണറിലെത്തുമ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി, അവിടെ സ്ക്വയർ ആണെങ്കിലും പ്രശ്നമില്ല, അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും തിരിച്ച് തയ്ക്കുമ്പം അവിടെ നല്ല നീറ്റായിട്ട് വരും. ഇതുപോലെ ചുറ്റി തയ്ച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് നമുക്കിത് തയ്ക്കാനായിട്ട്. അളവുകൾ കറക്റ്റായിട്ട് എടുത്താൽ മതി.
കുറച്ച് കൂടിയാലും പ്രശ്നമില്ല, നമുക്ക് ഇത്തിരി ലൂസായിട്ട് ബെഡ് കിടക്കുന്നേ ഉള്ളൂ, ഷീറ്റ് കിടക്കുന്നുള്ളൂ. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റേ സൈഡ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അടുത്ത ലെയറും ഇതേ ഇതിലോട്ട് തന്നെ നമ്മൾ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് മറ്റേ സൈഡിലേക്ക്. അപ്പോൾ നമ്മൾ ആ എടുത്ത സെൻറ്ററിലെ പീസിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഫ്രണ്ടിൽ ടോപ്പ് പാർട്ട് സ്റ്റിച്ച് ചെയ്തു, അടുത്ത സൈഡിൽ നമ്മൾ ബാക്ക് സൈഡ്, അതായത് താഴെയുള്ള അടുത്ത സൈഡ് ഉണ്ടല്ലോ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതും ഇങ്ങനെ ചുറ്റി പോലെ ചുറ്റിയെടുക്കുക. ആ കോർണർ എത്തുമ്പം നമ്മൾ ഇതുപോലെ വീണ്ടും തിരിച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ മറ്റേ കോർണറും രണ്ട് സൈഡിലെ കോർണറുകൾ കറക്റ്റായിട്ട് തന്നെ വരും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം അടുത്ത സൈഡിലേക്ക് തിരിക്കുക, വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഫുള്ള് റൗണ്ടായിട്ട് രണ്ട് സൈഡും ഈ സെൻറ്ററിലെ പീസിനോട് ഒരുമിച്ച് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ അറ്റം വരെ എത്തി കറക്റ്റായിട്ട് കിട്ടി. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. അതിനുശേഷം നമ്മൾ ഒരു സൈഡ് ടോപ്പ് പാർട്ട് മടക്കിയടിക്കുക, ഫുള്ള് റൗണ്ടായിട്ട്. ഇതിൽ കൂടി ബെഡ് കയറ്റി ഇടണം. അപ്പോൾ നമ്മൾ തിരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ്. ടോപ്പ് പാർട്ടിൽ വള്ളി വെച്ച് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ ഫ്രണ്ടും ബാക്കും രണ്ട് സൈഡുണ്ട്, അതുപോലെ സെൻറ്ററിൽ നമ്മളൊരു പീസ് വെച്ച് കൊടുത്തു. ഇനി ഈ ടോപ്പ് പാർട്ടിൽ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ 1/2 ഇഞ്ച് വീതം മടക്കി അടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഞാൻ നമ്മുടെ നല്ല തുണിയിലേക്ക് കാണിക്കുവാണ്. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ സെൻറ്റർ പീസ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നല്ല വശങ്ങൾ ഒരേപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അതിനുശേഷം അടുത്ത പീസും ഇതുപോലെ ഫുള്ള് റൗണ്ട് ഒരു പീസിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മതി നമ്മൾ അടുത്ത പീസ് തുടങ്ങാനായിട്ട്. ഒരറ്റത്തുനിന്ന് തുടങ്ങുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ കോർണർ എത്തുമ്പോൾ ഇതുപോലെ മടക്കി അടുത്ത സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. അവിടെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ വരും കേട്ടോ. അതുപോലെ അടുത്ത സൈഡ് നമ്മൾ അടുത്ത പീസിനോട് ഫുള്ള് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മതി അടുത്ത പീസ് ഇതുപോലെ തുടങ്ങി ഈ കോർണർ എത്തുമ്പോൾ അവിടെയും വീണ്ടും ഇതുപോലെ തന്നെ തിരിച്ചു വെച്ച് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക ചുറ്റും. ഇത് ബെഡിൻ്റെ കോർണറിലോട്ട് വരും കറക്റ്റായിട്ട്. അപ്പോൾ എല്ലാ കോർണറുകളും നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നീളത്തിൽ അവിടെ നിന്ന് തുടങ്ങുവാണ്. അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ ഈ പീസിൻ്റെ നല്ല വശം കൂടെ ഒരേപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക ഒരറ്റത്ത് നിന്ന്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കോർണർ വരെ ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ കോർണർ എത്തി, നമ്മൾ അടിയിലും എത്തി. അതിനുശേഷം അവിടെ വെച്ചിട്ട് നമ്മൾ സൂചി കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ചു കൊടുക്കുക. ഇതേപോലെ തിരിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ നീളത്തിലാണ് സ്റ്റിച്ച് ചെയ്ത്, ഇനി നമ്മൾ ഈ ഷീറ്റിൻ്റെ വീതിയാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ നീറ്റാക്കിയിട്ട് തിരിച്ചു വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും 1/2 ഇഞ്ച് വീതിയിൽ അടിച്ചു കൊടുക്കുക. അങ്ങനെ അടുത്ത കോർണർ എത്തുന്നോടം വരെ വീണ്ടും ഇതുപോലെ അടിച്ചു കൊടുക്കുക. അപ്പം അടുത്ത കോർണർ എത്തി, വീണ്ടും അവിടെ സൂചി കുത്തി നിർത്തുക. അതിനുശേഷം വീണ്ടും തിരിച്ചു കൊടുക്കുക. ഇതേപോലെ തിരിച്ചു കൊടുക്കുക.
കോർണറെല്ലാം ഇതുപോലെ തിരിച്ചു കൊടുത്ത് വരുമ്പോഴും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. ഇനി അടുത്ത സൈഡ് വരെ ഇതുപോലെ തിരിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇത് ടോപ്പ് പാർട്ടാണ്, ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇവിടെ വരെ നമ്മൾ തുടങ്ങിയത് ഈ സൈഡിൽ നിന്ന് ഈ അറ്റത്ത് നിന്ന് തുടങ്ങിയതാണ്. അത് സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് റൗണ്ട് ചെയ്ത് തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ വന്നു. ഇനി ബാക്കി കുറച്ച് തുണിയുണ്ട്, നമ്മളത് ഇതിൻ്റെ ഒപ്പത്തിന് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ, ഈ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി. ഇനി അടുത്ത ബാക്ക് സൈഡ് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ നല്ല വശങ്ങൾ ഒരേപോലെ വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. രണ്ടിൻ്റെ നല്ല വശമാണ് കേട്ടോ ഒരുപോലെ വയ്ക്കുന്നത്. ഇനി നമ്മൾ മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് ഇതിനൊപ്പം സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കും രണ്ടും കൂടി നമ്മൾ ഈ സെൻറ്ററിലെ പീസിനോടാണ് യോജിപ്പിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇനിയും ഇതുപോലെ അടുത്ത കോർണർ എത്തുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു കൊടുക്കുക. അപ്പോൾ മറ്റേ പീസിനോട് യോജിപ്പിച്ച ആ സെയിം പീസ് തന്നെയാണ് കേട്ടോ ഇത്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, അപ്പോൾ ആ കോർണർ എത്തുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത പീസിൻ്റെ കോർണർ എത്തി നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ അറ്റം വരെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അറ്റമായി, അപ്പോൾ നമ്മൾക്ക് ഒരേപോലെ കിട്ടി. അവിടെ വെച്ച് അവസാനിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടോ സെൻറ്റർ പീസിനോട് രണ്ട് സൈഡും യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് മടക്കി അടിക്കാനുണ്ട്. ഒരു സൈഡ് നമ്മൾ ആ പീസ് യോജിപ്പിച്ചിട്ടില്ല, ആ സൈഡിൽ കൂടിയാണ് നമ്മൾ ബഡ് കയറ്റുന്നത്. അപ്പം ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് വീതം ആദ്യം മടക്കി വീണ്ടും 1/2 ഇഞ്ച് മടക്കി അടിക്കുക കേട്ടോ. ഫുള്ള് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു വള്ളി യോജിപ്പിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്താണ്. അതിനുശേഷം മടക്കി അടിച്ചു. ഇനി നമ്മൾ കുറച്ച് നീക്കിയിട്ട്, ഇപ്പോൾ ഞാൻ ഈ പീസിനെ 3 ഡിവൈഡ് ചെയ്തിട്ട് 2 സൈഡിലും ഓരോന്ന് സെൻറ്ററിൽ അങ്ങനെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ കോർണറുകൾ കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഈ രീതിയിൽ ഇത് ബെഡിൻ്റെ കോർണറിൽ കറക്റ്റായിട്ട് വന്ന് വീഴും. അതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടോ ഈ രീതിയിൽ നമുക്ക് കിട്ടി. നമ്മളിവിടെ യോജിപ്പിച്ചു. ഏറ്റവും കോർണറിൽ വള്ളി വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് നീക്കിയിട്ട് നമ്മൾ ഇതുപോലെ 3 സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പോൾ കണ്ടോ ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടി. കോർണറുകളെല്ലാം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ലൂസ് ആവാതെ എന്നാൽ ടൈറ്റും അല്ലാതെ നമുക്ക് ഈ രീതിയിൽ കിട്ടി. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇതുപോലെ വള്ളി വെച്ചു കെട്ടി വെച്ച് കൊടുത്തു. വേണമെങ്കിൽ നമുക്ക് സിബ് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ വള്ളിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഉപകാരപ്രദമാകുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം.